ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ നല്ല നല്ല ദിവസങ്ങളും രാത്രികളും നമ്മൾ ഇന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ പല ഉമ്മമാരും പല സഹോദരിമാരും പല ഉപ്പമാരും സങ്കടത്തോടെ പറയാറുണ്ട്, ഉസ്താദെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുങ്ങിയിട്ടുണ്ട്, അത് അടച്ചു തീർക്കാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, കഷ്ടത്തിലാണ്, പലിശയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട്, ഉസ്താദെ കടം കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് കടം കാരണം ആത്മഹത്യയുടെ വക്കീൽ പോലും എത്തിയിട്ടുണ്ടെന്ന് സങ്കടത്തോടെ പറഞ്ഞ് എത്ര ഉമ്മമാരുണ്ട്, എത്ര ഉപ്പമാരുണ്ട്. ഇൻഷാ അല്ലാ പലിശയുമായി വിട്ടു നിൽക്കാൻ, അതുപോലെ തന്നെ ബാങ്കിലെ ലോണ് പെട്ടെന്ന് അടച്ചു തീർത്ത് ആ മുസീബത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ, കടത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ, കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മീയമായ രണ്ട് വഴികളുണ്ട്. അത്ഭുതകരമായ ഒരു ഇസ്മും അത്ഭുതകരമായ ഒരു ദിക്റുമുണ്ട്. ആ ഇസ്മും ദിക്റുമാണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് മജ്ലിസിന്റെ അവസാനം ഈ ഇസ്മും ഈ ദിക്റും അല്പം ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് അവസാനം വരെ നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ, ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസിൽ അന്ന് ചൊല്ലേണ്ട ദിക്റുകളും സ്വലാത്തുകളും ഉണ്ടാകും. അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ, എല്ലാവരുടെ ഹാജത്തുകളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ ഒരുപാട് ഉമ്മമാര്, ഒരുപാട് സഹോദരിമാര്, ഒരുപാട് ഉപ്പമാര് പറയുന്ന വലിയ ഒരു സങ്കടമാണ്, ഉസ്താദെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുങ്ങിയിട്ടുണ്ട്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുങ്ങി, ഇനി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാടിലാണ്, വീട്ടിലേക്ക് ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്, ഉസ്താദെ ഇനി എന്താണ് ചെയ്യുക, ഞങ്ങൾ അറിവില്ലാത്തത് കൊണ്ട് ലോൺ എടുത്തുപോയി, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉസ്താദെ എന്ന് എത്ര ഉമ്മമാരാണ് വിളിച്ച് ചോദിക്കുന്നത്, എത്ര ഉപ്പമാരാണ് വിളിച്ച് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാര് പറയാറുണ്ട്, ഉസ്താദെ കടം കാരണം കുടുങ്ങിയിട്ടുണ്ട്, കോടികൾ കടമുണ്ട്, ലക്ഷങ്ങൾ കടമുണ്ട് ഉസ്താദെ, കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട്, കടം കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്, കടം കാരണം നാട്ടിലൂടെ ഒന്നും ഇറങ്ങി നടക്കാൻ പോലും കഴിയുന്നില്ല, കടക്കാർ വന്ന് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാങ്കിലെ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാൻ, ഞങ്ങളെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴികളുണ്ടോ എന്ന് കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഒരുപാട് ഉമ്മമാര് ചോദിക്കാറുണ്ട്, ഉപ്പമാര് ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു വഴിയാണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അത്ഭുതകരമായ ഒരു ഇസ്മുണ്ട്, അത്ഭുതകരമായ ഒരു ദിക്റുണ്ട്. ഈ ഇസ്മും ദിക്റും നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ തന്നെ വീട് നിർമ്മിക്കാൻ കഴിയും, മകളെ കെട്ടിക്കാൻ കഴിയും, വാഹനം വാങ്ങാൻ കഴിയും. നമ്മളെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് കടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, ബാങ്ക് ലോണിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കും ാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആവശ്യത്തിനും അനാവശ്യവുമായി നിങ്ങൾ എന്തിനും ബാങ്കിൽ പോയി ലോൺ എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എങ്ങനെയാണ് പരീക്ഷിക്കുക
എന്ന് നമുക്ക് പോലും അറിയൂല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. കാരണം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, പലിശ ഹറാമാണ്, പലിശയുമായി നിങ്ങൾ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. ഹറമല്ലാഹു റിബ, അത് വൻ പാപമാണ് പലിശ എന്ന് പറയുന്നത്. അതുകൊണ്ട് പലിശയുമായി നമ്മൾ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ബാങ്കിൽ നിന്ന് പോയി ലോൺ എടുക്കരുത്. ഒരാൾ വീട് നിർമ്മിച്ചത് കണ്ട് അതുപോലത്തെ വീട് എനിക്കും നിർമ്മിക്കണമെന്നുള്ള വാശിയോടുകൂടെ നമ്മൾ പോയി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. എന്നിട്ട് അത് അടച്ചു തീർക്കാൻ കഷ്ടപ്പെടും. ഒരാൾ മകളുടെ കല്യാണം ജോറാക്കി നടത്തുമ്പോൾ എനിക്കും അതിനേക്കാൾ ഉഷാറാക്കി നടത്തണമെന്ന നിലക്ക് ബാങ്കിൽ പോയി ലോൺ എടുക്കുകയാണ്. നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധിയാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. കഴിവിനനുസരിച്ചാണ് നമ്മൾ വീട് നിർമ്മിക്കേണ്ടതും വിവാഹം നടത്തേണ്ടതും സദ്യകൾ നടത്തേണ്ടതും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇതങ്ങനെയല്ല, ബാങ്കിൽ നിന്ന് പോയി ലോൺ എടുക്കുകയാണ്, എന്നിട്ട് അത് അടച്ചു തീർക്കാൻ പ്രയാസപ്പെടുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് ജപ്തിയുടെ നോട്ടീസ് വരികയാണ്. അപ്പോഴാണ് ആ ഗന്ധം വിടുന്നത് ഇതെന്താണ് എന്നുള്ളത്. അപ്പോഴാണ് കൈമലർത്തുന്നത്, അപ്പോഴാണ് അള്ളാഹനെ ഓർമ്മ വരുന്നത്, അപ്പോഴാണ് മജ്ലിസുകൾ ഓർമ്മ വരുന്നത്, അപ്പോഴാണ് ഉസ്താദുമാരെയും തങ്ങന്മാരെയൊക്കെ ഓർമ്മ വരുന്നത്, അപ്പോഴാണ് ആത്മീയമായ വഴികൾ ഓർമ്മ വരുന്നത്. ഇതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എത്ര ഉസ്താദുമാർ, എത്ര ആലിമീങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു പരീക്ഷിക്കുകയല്ല, കഠിനമായ ശിക്ഷ നമ്മൾക്ക് നൽകും. ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ ശിക്ഷിക്കുമെന്നുള്ളതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. പലിശയെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. പലിശയെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. കടത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ചില ആളുകൾക്ക് ഒരു ഹോബി ഉണ്ട്, ജോലിക്ക് പോകൂല, എന്നിട്ട് കടം വാങ്ങി ജീവിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അള്ളാഹു ആരോഗ്യം തന്നത് എന്തിനാ? അധ്വാനിക്കാനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അധ്വാനിച്ചിട്ടില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ ആടിനെ വെച്ചിട്ടില്ലേ? സഹാബാക്കൾ കാട്ടിൽ പോയി മരം വെട്ടിക്കൊടുന്ന് അത് അങ്ങാടിയിൽ കൊടുന്ന് വിറ്റിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. ആണോ? ഏതമ്പിയാക്കളാണ് ആടിനെ മേക്കാത്തത്? ഏതമ്പിയാക്കളാണ് ജോലി ചെയ്യാത്തത്? അങ്ങനെ നമ്മൾക്കും ചെയ്യണം. അല്ലാതെ വീട്ടിലിങ്ങനെ മടിയനായിട്ടിരിക്കുക, എന്നിട്ട് ഭാര്യനെ പറഞ്ഞേക്കുക ബാങ്കിലേക്ക് ലോൺ എടുക്കാൻ, എന്നിട്ട് ഭാര്യനെ പറഞ്ഞേക്കുക അയൽവാസികളുടെ വീട്ടിലേക്ക് കടം വാങ്ങാൻ, ഭാര്യനെ പറഞ്ഞേക്കുക ഭാര്യൻ്റെ വീട്ടിലേക്ക് അമ്മോശൻ്റെ ഇരുന്ന് കൈ വാങ്ങാൻ. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും കടം വന്നുപോയി, അള്ളാഹു കടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ബാങ്കിൽ നിന്ന് സാഹചര്യത്തിന് വേണ്ടി നമ്മൾ ലോൺ എടുത്തുപോയി, അള്ളാഹു കാക്കട്ടെ. ഒരിക്കലും അങ്ങനെ എടുക്കാൻ പാടില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അതിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ അള്ളാഹിൻ്റെ പരീക്ഷണമല്ല, ശിക്ഷ തന്നെ നമ്മൾക്കുണ്ടാകും. അള്ളാഹു കാക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഞാൻ ഇത്രയും ഗൗരവത്തോടെ പറയണമെങ്കിൽ റസൂലുള്ള എത്ര ഗൗരവത്തോടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എത്ര ഗൗരവത്തോടെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പലിശയുമായി ബന്ധപ്പെടുന്നവൻ, അത് എഴുതുന്നവൻ, അതിന് സാക്ഷി നിൽക്കുന്നവൻ, അത് വാങ്ങുന്നവൻ, എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടെന്നല്ലേ, അള്ളാഹിൻ്റെ ശാപം ഉണ്ടാകും, ലഅനത്തുണ്ടാകുമെന്നല്ലേ മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടത്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് അങ്ങനെ ബാങ്കിൽ നിന്ന് ആരെങ്കിലും ലോൺ എടുത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വീടാൻ രണ്ട് കാര്യങ്ങളാണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ഒരു ഇസ്മാണ്, അള്ളാഹിൻ്റെ ഇസ്മാണ്. രണ്ട് ഒരു ദിക്റാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ ഇസ്മ ശരിക്ക് കേട്ടോളിട്ടോ, ശരിക്ക് മനസ്സിലാക്കിക്കോളിം. യാ ബർറു. ഏതാണ്? യാ ബർറു, യാ ബർറു യാ അല്ലാ, യാ ബർറു യാ അല്ലാ. ഇത് എത്ര പ്രാവശ്യമാണ് ചെല്ലേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ധൃതി കാണിക്കണ്ട, കുറച്ചൊക്കെ ക്ഷമ നമുക്ക് വേണം. ചില ആളുകൾ ഇങ്ങനെ നമ്മൾ മജ്‌ലിസ് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ പറയും, എന്തിനാണ് ഇങ്ങനെ നീട്ടി വലിച്ച് പറയുന്നത്? സമയമില്ലെങ്കിൽ കേൾക്കണ്ട, ഓഫാക്കി പോകുക, അല്ല അപ്പം എന്താ നമുക്ക് പറയാനുള്ളത്? ഇതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് മഹാന്മാർ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ശരിക്കും പഠിക്കണ്ടേ. അല്ലാതെ ഇതൊക്കെ വിശദീകരിച്ച് പറയാതെ പെട്ടെന്ന് പറഞ്ഞ് നിർത്തണം എന്ന് പറഞ്ഞാൽ അത് കഴിയില്ല. അതിനെപ്പറ്റിയൊക്കെ മഹാന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. മഹാന്മാർ പറയുന്നു, ഈ ദിക്റുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൃപ, അള്ളാഹുവിൻ്റെ ദയ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാകും. അള്ളാഹിൻ്റെ കാരുണ്യം ഈ ഇസ്മുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. പല പല അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വിശാലമാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരു മനുഷ്യനും കഴിയൂല. ആ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇങ്ങനെ ഒന്നിന് പുറമെ ഒന്നായി നമ്മൾക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കലും മുറിഞ്ഞു പോകൂല. എപ്പോ? യാ ബർറു യാ അല്ലാ എന്ന ഇസ്മ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ.
അതുപോലെ തന്നെ മഹാന്മാര് പറയുകയാണ്, ഒരാൾ ഒരു ആവശ്യം വെച്ചുകൊണ്ട് യാത്ര പോവുകയാണ്, ജോലി അന്വേഷിച്ചിട്ട് പോവുകയാണ്, അതല്ലെങ്കിൽ മക്കൾക്ക് വിവാഹാലോചന നടത്താൻ വേണ്ടി പോവുകയാണ്, ഒരു വാഹനം വാങ്ങാൻ പോവുകയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറുകൾ ശരിയാവാൻ, പഞ്ചായത്തിൽ നിന്ന് പാസ്പോർട്ട് ശരിയാവാൻ, ആധാർ കാർഡ് ശരിയാവാൻ, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യാർത്ഥത്തിന് വേണ്ടി ഒരാൾ പോവുകയാണെങ്കിൽ ആ യാത്രയിൽ യാ ബർറു യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ് എന്ന ഇസ്മ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ യസ്സറ ലഹുല്ലാഹു, അവൻ ആഗ്രഹിച്ചത് അല്ലാഹു പെട്ടെന്ന് കൊടുക്കും. യാതൊരുവിധ പ്രയാസങ്ങളും കൂടാതെ ജോലി അന്വേഷിച്ചാണ് ജോലി ശരിയാക്കി കൊടുക്കും. പേപ്പറുകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാനാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അവിടെ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾക്കുണ്ടാകും. കാരണം യാ ബർറു യാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യുന്നവനായ അല്ലാഹ് എന്നാണ്. ഗുണം ചെയ്യുന്നവനായ അല്ലാഹ് എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ ഗുണം നമ്മൾക്ക് നൽകാതിരിക്കോ? അള്ളാഹു നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇസ്മ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ വസഖല അലൈഹി ത്വരീഖഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വഴിയിലെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കും. വഴിയൊക്കെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. വഴിയിലെ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ, ചില ആളുകൾക്ക് വാഹനം ഉണ്ടാവില്ല, അപ്പോൾ ബസ് ഇങ്ങനെ കാത്തുക്കണം, ബസ് കാത്തുനിന്ന് പ്രയാസപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥ ഒന്നും വരില്ല. അവിടെ അള്ളാഹുവിൻ്റെ സഹായം നമ്മൾക്കുണ്ടാകും. യാത്രയിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. മാത്രമല്ല ഈ ഇസ്മ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിൽ സംരക്ഷണമുണ്ട്, അവൻ്റെ സമ്പത്ത് അന്യാധീനമായി പോകൂല. അള്ളാഹുവിൻ്റെ സംരക്ഷണം അവിടെയും ഉണ്ടാകും. മക്കളിൽ സംരക്ഷണം ഉണ്ടാകും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ആളുകളാണ്, കോളേജിൽ പോകുന്ന ആളുകളാണ്. മക്കൾക്ക് സംരക്ഷണം വേണമെങ്കിൽ യാ ബർറു യാ അല്ലാഹ്, ഉമ്മമാരെ ചൊല്ലിക്കോളിയും, ഉപ്പമാരെ ചൊല്ലിക്കോളിയും, യാ ബർറു യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്. ഇനി ഒരാൾ കള്ള് കുടിയനായിരുന്നു, ഒരാൾ കള്ള് മദ്യപാനിയായിരുന്നു, അവനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുകയും അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും വേണം. ചില ആളുകൾ അങ്ങനെ ഉണ്ടാകും, കള്ള് കുടിച്ചു പോയിട്ടുണ്ടാകും, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, ഇനി അതിൽ നിന്ന് രക്ഷപ്പെടണം. അതുപോലെ തന്നെ ആ കള്ള് കുടിച്ചതിൽ നിന്ന് അല്ലാഹു പുറത്തു കൊടുക്കണം. അതിനെന്താ ചെയ്യുക? ഈ ഇസ്മ ധാരാളം ചൊല്ലുക. ഇതൊക്കെ മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ ബർറു യാ അല്ലാഹ് അങ്ങനെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കള്ള് കുടിക്കല്ലോ കേട്ടോ, കള്ളിങ്ങനെ കുടിക്കല. ഈ ഇസ്മ നമ്മൾ ചൊല്ലാൻ തുടങ്ങിയാൽ പിന്നെ കള്ള് കുടിക്കരുത്. എന്നാൽ നമ്മളെ മദ്യപാനം അള്ളാഹു പുറത്തു തരുകയും അതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു തെറ്റ് ചെയ്ത ആൾ, നമ്മൾ ഒരുപാട് തെറ്റ് കുറ്റങ്ങൾ ചെയ്ത ആളുകളാണ്, ആ പാപങ്ങളൊക്കെ പൊറുക്കാൻ നമുക്കൊക്കെ ആഗ്രഹമല്ലേ? നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഇസ്മ പതിവാക്കിയാൽ മതി. യാ ബർറു യാ അല്ലാഹ്. തിന്മയെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സംരക്ഷണം നൽകും. ചെയ്ത പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് നൽകുകയാണ്. ഈ പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കുക. ഇനിയാണ് നമ്മളെ ടേണിംഗ് പോയിന്റ്. അഥവാ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരാൾ, ബാങ്കിൽ നിന്ന് പലിശ എടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ പലിശയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, അവൻ്റെ പാപങ്ങൾ പൊറുക്കണം, അതിൽ നിന്ന് വിട്ടുനിൽക്കണം, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ ജീവിക്കണം അല്ലേ? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ അന്തസ്സോടെ നമ്മൾക്ക് ജീവിക്കണം. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം എന്തിനാ? നല്ല വീടുണ്ടാക്കാൻ, അല്ലെങ്കിൽ കല്യാണം ഉഷാറാക്കാൻ, അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതെ തന്നെ അള്ളേണ് തരികയാണെങ്കിലോ അതല്ലേ ഏറ്റവും ഹൈറ്. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കൽ എന്താ? അത് ഹറാമാണ്. പലിശയുമായി ബന്ധപ്പെടൽ അത് ഹറാമാണ്. അപ്പോൾ ബാങ്കുമായി ബന്ധപ്പെടാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയുമായി ബന്ധപ്പെടാതെ തന്നെ നമ്മൾക്ക് സമ്പത്ത് നൽകണമെങ്കിൽ, ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? 700 പ്രാവശ്യം യാ ബർറു യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്, യാ ബർറു യാ ബർറു എന്ന് പറഞ്ഞാലും മതി. യാ അല്ലാഹ് എന്ന് കൂട്ടി കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഉഷാറാകും. യാ ബർറു യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ് എന്ന് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു കൊടുക്കും. അഥവാ സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല? പലിശയുമായി ബന്ധപ്പെടൂല, ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യൂല? ലോൺ എടുക്കൂല. അപ്പോൾ എന്ത് ചെയ്യണം? 700 പ്രാവശ്യം നല്ല ഒരു സമയം നോക്കി, എല്ലാ ദിവസവും നല്ല ഒരു സമയം നോക്കി യാ ബർറു യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ് എന്ന് പതിവാക്കുക. വളരെ സിമ്പിളാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ സിമ്പിളാണ്. താജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ എണീറ്റുകൊണ്ട് യാ ബർറു യാ അല്ലാഹ്, യാ ബർറു യാ അല്ലാഹ് എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ ഒരിക്കലും പലിശയിലേക്ക് തിരിച്ചു പോകാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സമ്പന്നനാക്കുമെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ
ഒരു ദിക്ർ നമ്മൾ ചെല്ലേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ദിക്ർ നമ്മൾ ചെല്ലണം. ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഒന്ന് ചൊല്ലി കാണി. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. പല ആളുകളും ഇത് പതിവാക്കുന്ന ആളുകളായിരിക്കും, പല ആളുകൾക്കും ഇതറിയാം. ഇത് 100 പ്രാവശ്യം ഒരാൾ ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ, നല്ലൊരു ദിവസം നോക്കുക, മഹാന്മാർ പറയുന്നു ളുഹറിന്റെ ശേഷം അതല്ലെങ്കിൽ അസറിന്റെ ശേഷമാണ് നല്ലതെന്ന് പല മഹാന്മാരും വിശദീകരിച്ചതായി കാണാം. ഇങ്ങനെ ഒരാൾ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിനെ തൊട്ട് അത് പ്രൊട്ടക്ഷനാണ്, ദാരിദ്ര്യത്തിനെ തൊട്ടത് കാവലാണ്. നമ്മളെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുമ്പോൾ തടഞ്ഞിങ്ങനെ നിർത്തും. നമ്മൾ കടക്കാരനാകാണെന്ന് കണ്ടാൽ നമ്മളങ്ങനെ തടഞ്ഞു നിർത്തും, അത് ചെയ്യണ്ട എന്ന് പറയും. സാമ്പത്തികമായ അഭിവൃദ്ധി നമ്മളെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ദിക്ർ അസറിന്റെ ശേഷമോ അതല്ലെങ്കിൽ ളുഹറിന്റെ ശേഷമോ 100 പ്രാവശ്യം പറയുക. അള്ളാഹു പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ വരുമാനത്തിൽ വർധനവുണ്ടാകും, കിട്ടുന്ന സാലറിയിൽ വർധനവുണ്ടാകും. എത്ര ഉമ്മമാരാ പറയുന്നത് മകന് സാലറി തന്നെ കൊടുക്കണില്ല എന്ന് പറയും ചില ഉമ്മമാർ. മുതലാളി സാലറി കൊടുക്കണില്ല എന്ന്. എത്തിപ്പിരാന്താണോ എനിക്ക്? നമ്മളൊരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ജോലിക്കാരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ ശമ്പളം കൊടുക്കണം, അവൻ്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അതൊരു മുതലാളിയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് ചില അറബിമാർ പൈസ കൊടുക്കൂല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു രക്ഷിക്കട്ടെ. അങ്ങനെ എത്ര ഉമ്മമാർ പറഞ്ഞിട്ടുണ്ട്. ചൊല്ലിക്കോളും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹഖുൽ മുബീൻ 100 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ 100 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും, പട്ടിണി കിടക്കേണ്ടി വരില്ല. പെരുന്നാളാണ് വരുന്നത്, അതുപോലെ തന്നെ റമളാനാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്, ബറാഅത്ത് രാവാണ് വരുന്നത്. ചക്കരച്ചോറ് വെക്കണ്ടേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കരച്ചോറ് വെക്കും. നിങ്ങളുടെ നാട്ടിൽ എന്താ വെക്കുക എന്ന് നമുക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ എന്താ വെക്കുക നിങ്ങളൊന്ന് കമൻറ്റിൽ ഇട്ടാൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ചില നാടുകളിൽ നെയ്യപ്പായിരിക്കും, ചില നാട്ടുകളിൽ എന്തെങ്കിലുമൊക്കെ മധുരപലഹാരം ഉണ്ടാകും. അതൊക്കെ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇനി അത് തെളിവുണ്ടോ, കിതാബിലുണ്ടോ? ഇതൊക്കെ വെറുതെ പറയാണ്, അങ്ങനെ പറയണ്ട. അതൊക്കെ ഉസ്താദുമാർ മഹാന്മാർ നമ്മളെ ബറാഅത്ത് രാവിനൊരു സന്തോഷമാണ്. നമ്മളെ അമലുകളൊക്കെ അന്ന് ഉയർത്തപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ്. നമ്മളെ ആയുസ്സൊക്കെ കണക്കാക്കുന്ന രാത്രിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്തിനാണ് മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കുക കഴിവിൻ്റെ പരമാവധി. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഖുർആൻ പറഞ്ഞില്ലേ ഫഫലുൽ ഖൈർ, നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തോളിന്ന്. പിന്നെ എങ്ങനെ തെളിവുണ്ടോ? അതും തെളിവ്. അങ്ങനെ അതിന് തെളിവുണ്ടോ? ചക്കരച്ചോറൊക്കാൻ തെളിവുണ്ടോ? നെയ്യപ്പുണ്ടാക്കാൻ തെളിവുണ്ടോ? പഴംപൊരി ഉണ്ടാക്കാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ചില പിരാന്തന്മാർ അങ്ങനെ ഉണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഭക്ഷണത്തിൽ വിശാലം. നോമ്പാണ് വരുന്നത്, നല്ല നോമ്പ് തുറ മക്കൾക്ക് കൊടുക്കണം. നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കണം, നല്ല ഫ്രൂട്ട്സ് വാങ്ങണം, നല്ല വിലപിടിപ്പുള്ള ഈത്തപ്പഴം വാങ്ങണം. മക്കളെ പറ്റിക്കാനൊന്നും പറ്റൂല. അതിനിപ്പോൾ തന്നെ ചൊല്ലി തുടങ്ങുക ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാവും, ഭക്ഷണത്തിൽ അള്ളാഹു എളുപ്പം നൽകുമെന്നുള്ളതാണ്. പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരും. പെരുന്നാൾ വരുമ്പോൾ മക്കൾക്ക് നല്ല അടിച്ചപ്പൊളിച്ച ഡ്രസ്സ് എടുക്കാനൊക്കെ അള്ളാഹു സമ്പത്ത് തരുന്ന. ഇത് ദിക്റാണ്, അത് മഹാന്മാർ പഠിപ്പിച്ചതാണ്, മുത്തുനബി പഠിപ്പിച്ചതാണ് ഈ ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ. മഹാന്മാർ പറയുന്നുണ്ട്, ഒരാൾ 100 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇല്ലാ ഖലാഹ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന പറയുന്നത്. 100 പ്രാവശ്യം ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്നൊരാൾ ചൊല്ലി ദുആ ചെയ്താൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കും. അവൻ ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അല്പം ഈ ഇസ്മും നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്മും ഈ ദിക്റും ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്തിട്ട് മജ്ലിസ് അവസാനിപ്പിക്കാം. യാ ബർറു യാ അല്ലാഹ്, 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 യാ ബർറു യാ അല്ലാഹ്,
യാ ബർറു യാ അല്ലാഹ് 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 യാ ബർറു യാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. لا إله إلا الله الملك الحق المبين 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 لا إله إلا الله الملك الحق المبين. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, അനേകം ആളുകൾ ബാങ്കിൽ നിന്ന് പലിശ എടുത്ത് കുടുങ്ങിയിട്ടുണ്ട്, അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. വീട്ടിലേക്ക് ജപ്തിയുടെ നോട്ടീസ് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. പലിശ എന്ന മുസീബത്തിനെ തൊട്ട്, ലോൺ എന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ബാങ്കിൽ പോയി പലിശ എടുക്കേണ്ട ഒരു മനസ്സ് നൽകല്ല അല്ലാ. അല്ലാതെയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പലിശക്ക് പണം വാങ്ങേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. പലിശയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ലോട്ടറിയെ തൊട്ട് കാക്കണേ അല്ലാ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു നൽകണേ അല്ലാ. ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. അധ്വാനിക്കാനുള്ള അവസരവും ആരോഗ്യവും നൽകണേ അല്ലാ. മടികളെ തൊട്ട് കാക്കണേ അല്ലാ. നല്ല ജോലി നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് നല്ല അനുയോജ്യമായ പഠിച്ച ജോലി കൊടുക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. എല്ലാ മുറാദുകളും ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി തരണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇസ്റാഫിനെ തൊട്ട് കാക്കണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾക്ക് ജോലി ചെയ്ത് കിട്ടാൻ സാലറി കൊടുക്കാതെ ഒരുപാട് മുതലാളിമാരുണ്ട്. അവർക്ക് ആ ശമ്പളം കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. ഭർത്താക്കന്മാർക്ക് ജോലിക്ക് പോകാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. മക്കൾക്ക് ജോലിക്ക് പോകാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. ഉപ്പമാർക്ക് ജോലിക്ക് പോകാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. മടികളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. ദുനിയാവും ആഖിറവും നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാ ദുഃഖങ്ങളും അകറ്റി തരണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബക്കാർ, മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, അതുപോലെ തന്നെ അയൽവാസികൾ, കൂട്ടുകാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ, വല്ലുപ്പ വല്ലുമ്മമാർ, ഭക്ഷണം തന്നവർ, എല്ലാവരെയും നീ കാക്കണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈക്കൽ മസീർ. അല്ലാഹുമ്മ റഹ്മ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും 6 മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടാകും. അതിലെല്ലാവരും പങ്കെടുക്കുക. അതിൽ വിശാലമായി നമുക്ക് ദിക്ർ ചൊല്ലണം. വിശാലമായി നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞ് ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.